ഒരുപാട് ഉമ്മമാർ വിളിച്ച് പരാതി പറയുന്നത്, വിഷമം പറയുന്ന ഒരു കാര്യമാണ് ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാലേ ഇന്ന് ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇസ്ലാമിക ഭാഷയിൽ പറഞ്ഞാൽ സിഹറാണ്. സിഹർ എന്ന് പറഞ്ഞാൽ തന്നെ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ്. ഇതിൻ്റെ കാരണം എന്താണ്? സിഹർ ചെയ്യാനുള്ള കാരണം തൻ്റെ സഹോദരനോ അല്ലെങ്കിൽ സഹോദരി, ഭർത്താവോ അല്ലെങ്കിൽ ആരോ ആയിക്കൊള്ളട്ടെ, അവൻ്റെ നിലയൊന്ന് മെച്ചപ്പെട്ടാൽ, സാമ്പത്തികമായി അവനൊന്ന് ഉയർന്നാൽ, അല്ലെങ്കിൽ തന്നെക്കാൾ വലിയ വീട് അവൻ വെച്ചാൽ, അല്ലെങ്കിൽ തന്നെക്കാൾ വലിയ നിഅമത്ത് അവന് കിട്ടിപ്പോയാൽ, അതിൽ അസൂയ പൂണ്ടിട്ട് ഞാനും അവൻ ഒരു വീട്ടിലല്ലേ, ഞാനും അവൻ ഒരു പായയിൽ കിടന്ന് ഒരു പാത്രത്തിലുണ്ടവനല്ലേ, എന്നിട്ട് അവനെങ്ങനെയാ രക്ഷപ്പെടുക എന്നുള്ള തോന്നലിൽ അതാ ആ സഹോദരനെ നശിപ്പിക്കാൻ വേണ്ടി അതാ ആരെങ്കിലുമൊക്കെ സമീപിച്ച്, സ്വാമിമാരെയോ മുല്ലാക്കന്മാരെയോ ആരെയോ ആയിക്കൊള്ളട്ടെ, അവർക്ക് ചിലപ്പോൾ 10-200 രൂപയുടെ ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദീനിൽ നിന്ന് നമ്മൾ പുറത്താവുകയല്ലേ. നമുക്ക് അല്ലാഹു അനുഗ്രഹമായി തന്ന പരിശുദ്ധമായ ഈമാൻ നമ്മളിൽ നിന്ന് കിട്ടുപോവുകയല്ലേ. അതുവഴി നമുക്ക് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്നത് വഴി മുസ്ലിം ഐഡൻറ്റിറ്റി കൊണ്ട് നമ്മൾ അറിയപ്പെടുമോ? പേരുകൊണ്ട് നമ്മൾ മുസ്ലിമായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടാൽ, ഒരാൾക്ക് നമ്മൾ സിഹർ ചെയ്താൽ, മാരണം ചെയ്താൽ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടും അയാൾക്ക് നമ്മൾ കാരണമുണ്ടായിക്കഴിഞ്ഞാൽ മാലിക്കുൽ മുലൂക്കായ റബ്ബ് പൊരുത്തപ്പെടൂല. പിന്നെ നമ്മൾ കാരണം വിഷമമുണ്ടായ ആ മനുഷ്യൻ്റെ പൊരുത്തമില്ലാതെ നമ്മൾ കഅബയുടെ കില്ല പിടിച്ചാലും, ഹജറുൽ അസ്വദ് മുത്തിയാലും, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്താലും, ഏത് വലിയ വിലായത്തിൻ്റെ പദവിയിലേക്ക് നമ്മൾ ഉയർന്നാലും അങ്ങനെ തന്നെ എത്തുകയില്ല. അങ്ങനെയാണെങ്കിൽ പോലും എത്ര വലിയ ദീനീ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താലും, ദീനീ ദഅവത്തുകൾക്ക് നേതൃത്വം കൊടുത്താലും, ഏതൊക്കെ മേഖലകളിൽ നമ്മൾ പ്രശോഭിച്ചാലും, ആ മനുഷ്യൻ്റെ പൊരുത്തമില്ലാതെ ആ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് നമ്മൾ കാരണം കണ്ണീര് വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ചെയ്തവർ രക്ഷപ്പെടൂല. വല്ലാഹി വല്ലാഹ് രക്ഷപ്പെടുമെന്ന് കരുതണ്ട. ആ മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ ഫലം ഇൻഷാ അല്ലാഹ് നമ്മൾ ദുനിയാവിൽ വെച്ച് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട്, സഹോദരിമാരോട്, യുവാക്കളോട്, ചെറുപ്പക്കാരോട് വിനയത്തോടെ പറയുകയാണ്, അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും നമ്മൾ ചെയ്യരുത്. നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹു തആല എൻ്റെ അനുജന് നിഅമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജ്യേഷ്ഠന് നിഅമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവന് കൊടുത്തതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിക്ക് നിഅമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അയൽവാസിക്ക് നിഅമത്ത് കൊടുത്തതുപോലെ റബ്ബാകുന്ന അല്ലാഹു നമുക്കും തരാൻ കഴിവുള്ളവനല്ലേ. നമ്മുടെ റബ്ബ് നമുക്ക് തരുന്നത് കൊണ്ട് അള്ളാഹുവിനെന്തെങ്കിലും കുറവുണ്ടോ? അള്ളാഹു നമുക്ക് തരും എന്നുള്ള ഉറപ്പോടുകൂടി, യഖീനോടുകൂടി നമ്മൾ ജീവിക്കണം. അല്ലാതെ ഒരു മാരണപ്പണിയും നമ്മൾ ചെയ്യരുത്. ഒരാളെയും ഇടങ്ങേറാക്കരുത്. ഒരാൾക്കും മാനസികമായിട്ട് നമ്മൾ വിഷമമുണ്ടാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടൂല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പൊരുത്തപ്പെടൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധമായ ശഅബാനിൻ്റെ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ആ ശഅബാനിനെ മുൻനിർത്തി നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യില്ല. അത്തരത്തിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾ സഹവസിക്കല്ല. അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കും നമ്മൾ പോവരുത് എന്ന് മാത്രം വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്.